നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന് പിന്തുണ പ്രഖ്യാപിച്ച് ചെറുതോണിയിൽ SFIയുടെ വിദ്യാർത്ഥി റാലി. നേരത്തെ SDPI പിന്തുണ വിവാദത്തിൽ CPMനെതിരെ കടുത്ത വിമർശനവുമായി ഗോവ മുൻ ഗവർണറും BJP മുൻ സംസ്ഥാന അധ്യക്ഷനുമായ PS ശ്രീധരൻപിള്ള. ജീവിച്ചിരിക്കുന്ന ആളെ മരിച്ചയാളെന്ന് രേഖപ്പെടുത്തി ഇലക്ഷൻ കമ്മീഷൻ. അടിമാലി ടൗണിൽ ബഹുനില കെട്ടിടത്തിന് മുകളിൽ കുടുങ്ങിയ തെരുവ് നായ്ക്കൾക്ക് രക്ഷകരായി അടിമാലി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന് പിന്തുണ പ്രഖ്യാപിച്ച് ചെറുതോണിയിൽ SFIയുടെ വിദ്യാർത്ഥി റാലി. കേരളത്തിന്റെ മതനിരപേക്ഷത തകർക്കാൻ ശ്രമിക്കുന്നവരെ ചെറുത്തു തോൽപ്പിക്കുമെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് SFI സംസ്ഥാന കമ്മിറ്റി അംഗം അപ്സര ആന്റണി പറഞ്ഞു. ഇടുക്കിയിൽ LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന്റെ വിജയമുറപ്പിക്കാൻ വലിയ ആവേശത്തോടെയാണ് ചെറുതോണിയിൽ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നത്. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റാലിയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റത്തിന്റെ അകമ്പടിയോടെ നിരവധി കോളേജ് വിദ്യാർത്ഥികളും കൊച്ചുകുട്ടികളും അണിനിരന്നു. ചെറുതോണി ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ച വിദ്യാർത്ഥി റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം SFI സംസ്ഥാന കമ്മിറ്റി അംഗം അപ്സര ആന്റണി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കാൻ ശ്രമിക്കുന്ന മുഴുവൻ ശക്തികളെയും എല്ലാ കാലവും ശക്തമായി എതിർക്കുമെന്ന് അവർ വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് പരിപാടിയിൽ ഉയർന്നത്. കേരളത്തിലെ RSS ഡീലറുടെ പേര് VD സതീശൻ എന്നാണെന്ന് അപ്സര ആന്റണി ആരോപിച്ചു. ഈ കേരളത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന മുഴുവൻ ശക്തികളെയും എല്ലാ കാലത്തേക്കും എതിർക്കുമെന്നും ഈ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഞങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ള പോസ്റ്ററിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ കേരളത്തിലെ RSSന്റെ ഡീലറുടെ പേര് VD സതീശൻ എന്നാണെന്ന് വീണ്ടും വീണ്ടും ഈ കേരളത്തിൽ ഞങ്ങൾ വിളിച്ചു പറയുമെന്ന്. LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വലിയ ഊർജം പകരുന്നതായിരുന്നു ചെറുതോണിയിൽ നടന്ന ഈ വിദ്യാർത്ഥി മുന്നേറ്റം. വരും ദിവസങ്ങളിലും മണ്ഡലത്തിൽ സജീവമായ പ്രചാരണ പരിപാടികൾക്കാണ് വിദ്യാർത്ഥി സംഘടനകൾ രൂപം നൽകിയിരിക്കുന്നത്. സിറ്റി വിഷൻ ഇടുക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പീരുമേട് അസംബ്ലി മണ്ഡലം LDF സ്ഥാനാർത്ഥി K സലിംകുമാർ ഇന്ന് ഏലപ്പാറ പഞ്ചായത്തിൽ പര്യടനം നടത്തി. 6ാം ദിവസത്തെ പര്യടനം ഇന്ന് ഏലപ്പാറയിൽ വൈകിട്ട് 6-ന് സമാപിക്കും. ഇന്ന് രാവിലെ പള്ളിക്കാരത്തു നിന്നുമാണ് പര്യടന സ്വീകരണ പരിപാടി ആരംഭിച്ചത്. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ R തിലകൻ, ES ബിജിമോൾ, ജോസ് ഫിലിപ്പ്, VR ശശി, N ജേക്കബ്, PJ റിജി തുടങ്ങിയവർ പ്രസംഗിച്ചു. തോട്ടം കാർഷിക മേഖലകളിൽ ആവേശകരമായ വരവേൽപ്പാണ് സലിംകുമാറിന് ലഭിക്കുന്നത്. കഴിഞ്ഞ 6 ദിവസങ്ങളിലായി മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലായി നടന്ന സ്വീകരണ കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് സലിംകുമാറിന് സ്വീകരണം നൽകിയത്. ഇന്ന് വൈകിട്ട് ഏലപ്പാറയിൽ പര്യടനം സമാപിക്കും. CPI ദേശീയ സെക്രട്ടറി T രാജ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നേരത്തെ SDPI പിന്തുണ വിവാദത്തിൽ CPMനെതിരെ കടുത്ത വിമർശനവുമായി ഗോവ മുൻ ഗവർണറും BJP മുൻ സംസ്ഥാന അധ്യക്ഷനുമായ PS ശ്രീധരൻപിള്ള. 4 വോട്ട് കിട്ടുമെങ്കിൽ ആത്മാഭിമാനം പണയം വെച്ച് വിൽക്കുന്നവരാണ് CPMും ഒപ്പം കോൺഗ്രസുമെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ട സംഘടനയാണ് SDPI. അവരെയാണ് CPM തോളിലേറ്റി നടക്കുന്നതെന്നും PS ശ്രീധരൻപിള്ള അടിമാലിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഓരോ ദിവസവും നമ്മൾ വായിക്കുക, കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് അഴിമതി ഒരു മാനദണ്ഡമായി ആക്ഷേപമായി ചുരുങ്ങിയാൽ ഏറ്റവും വലിയ അഴിമതി പാർട്ടി, അഴിമതി ഭരണകൂടം കേരളത്തിലെ പിണറായി വിജയൻ മന്ത്രിസഭയാണ് എന്ന് അടിവരയിട്ട് നിങ്ങളുടെ ഓർമ്മയിലുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കാം. എൻ്റെ ഒരു ചോദ്യം, കഴിഞ്ഞ 11 കൊല്ലങ്ങളായി ആ 11 കൊല്ലക്കാലം
ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ കേന്ദ്ര ക്യാബിനറ്റിലെ ഏതെങ്കിലും ഒരു മന്ത്രിക്കോ എതിരായി ഒരാരോപണം, ഞാൻ അർത്ഥമാക്കുന്നത് ഒരു ക്രൈം, ഒരു FIR എതിരാളികൾക്ക് ഇന്ന് വരെ സമർപ്പിക്കേണ്ട ഗതികേട് വരാത്ത 11 മാസക്കാലത്തെ അഴിമതി മുക്തമായ ഭാരതം, ആ ഭാരതത്തിൻ്റെ ഇന്നത്തെ ജൈത്രയാത്ര, ആ ജൈത്രയാത്രയിൽ കേന്ദ്രത്തിലെ ഈ 3 സർക്കാരുകളുടെയും മന്ത്രിമാർ മാത്രമല്ല, പ്രധാനമന്ത്രി മാത്രമല്ല, നിങ്ങൾ ആലോചിക്കുക, ഒരു പേഴ്സണൽ സ്റ്റാഫിനെതിരായിട്ട് പോലും ഒരാരോപണം ഉയർന്നു വരാത്തവണ്ണം അഴിമതിരഹിതമായ ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കിയ ഭരണകൂടമാണ് നരേന്ദ്രമോദിയുടേത്. ഐക്യജനാധിപത്യ മുന്നണി വാത്തിക്കുടി മണ്ഡലം ബൂത്ത് കൺവെൻഷൻ നടത്തി. ചെമ്പകപ്പാറ പബ്ലിക് ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കേരള ലോട്ടറി ഏജൻസീസ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ INTUC ഇടുക്കി ജില്ലാ പ്രസിഡന്റ് തങ്കച്ചൻ കാരക്കവലിയിൽ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി റോയി കെ പൗലോസിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനാണ് UDF വാത്തിക്കുടി മണ്ഡലം ബൂത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. വാത്തിക്കുടി മണ്ഡലം 57-58 ബൂത്ത് കൺവെൻഷൻ ആണ് നടത്തിയത്. ചെമ്പകപ്പാറ പബ്ലിക് ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കേരള ലോട്ടറി ഏജൻസീസ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ INTUC ഇടുക്കി ജില്ലാ പ്രസിഡന്റ് തങ്കച്ചൻ കാരക്കവലിയിൽ ഉദ്ഘാടനം ചെയ്തു. ബഹുമാനനായ ഐക്യജനാധിപത്യ മുന്നണി ഇടുക്കി മണ്ഡല സ്ഥാനാർത്ഥി റോയി കെ പൗലോസിനെ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി നാളെ രാവിലെ 9 മണിക്ക് സ്ഥാനാർത്ഥി പര്യടനം കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ വീടുകളിൽ കയറി ഭവന സന്ദർശനം നടത്തുകയും അടുത്ത ബുധനാഴ്ച കൊണ്ട് ആദ്യ റൗണ്ട് ഫീൽഡ് വർക്ക് പൂർത്തിയാവും. അതിനുശേഷം ഈസ്റ്റർ കഴിഞ്ഞതിന് ശേഷം 2ാം റൗണ്ടും 3ാം റൗണ്ടും പൂർത്തീകരിച്ച് നല്ല ഭൂരിപക്ഷത്തിൽ ഈ 2 ബൂത്തിലും നല്ല ഭൂരിപക്ഷത്തിൽ കള്ളിപ്പാറ മേഖലയും സേനാപതി മേഖലയും പെരിഞ്ഞാകുട്ടി മേഖലയും ചെമ്പകപ്പാറ മേഖലയും ഉൾപ്പെടുന്ന ഈ 2 ബൂത്തിൽ നല്ല ഭൂരിപക്ഷത്തിൽ റോയി കെ പൗലോസിനെ വിജയിപ്പിക്കാൻ ആവശ്യമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ക്രമീകരണമായിട്ട് UDFന്റെ നേതാക്കളെല്ലാം പ്രവർത്തകർ സജ്ജമാണ്. ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് തോംസൺ പാലംകുളങ്ങര അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ജെയ്സൺ കെ ആന്റണി, TM വർഗീസ്, TG കുര്യൻ, ചാർലി പടിയറ, വിനു ചാക്കോ, വിനോദ് ഫ്രാൻസിസ്, ലിൻസ് പീറ്റർ, സാഗർ മാത്യു, വിനേഷ് ജോസഫ്, ഷാജി കുളമാക്കൽ, ചാക്കോ കൊല്ലമ്മന തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. മുൻഗാമികളുടെ ഓർമ്മകൾ തൊട്ടുണർത്തിക്കൊണ്ട് പീരുമേടിന്റെ മനം കവർന്ന സിറിയക് തോമസ്, തോട്ടം തൊഴിലാളികളുടെ മൺമറഞ്ഞ പ്രിയങ്കരായ നേതാക്കൾ SC അയ്യദുരായി, സുബ്ബയ്യ, ശ്രീകൃഷ്ണൻ എന്നിവരുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പീരുമേട് മണ്ഡലം തല പര്യടനം തുടങ്ങിയത്. കല്ലാർ കവലിയിൽ നിന്നും തുടങ്ങിയ പര്യടനം പാമ്പനാറ്റിൽ അവസാനിച്ചു. നൂറുകണക്കിന് തോട്ടം തൊഴിലാളികളും വ്യാപാരി സമൂഹം, കർഷകർ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ എന്നിവർ ചേർന്ന് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. പൂട്ടിക്കിടക്കുന്ന തോട്ടത്തിലെ തൊഴിലാളികൾ അവരുടെ വേവലാതികൾ പങ്കുവച്ചു. UDF അധികാരത്തിലെത്തുകയും എനിക്കൊരവസരം തന്നാൽ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ തുറക്കാൻ സത്വര നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പ് നൽകി. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, UDF നേതാക്കന്മാർ എന്നിവർ പ്രചാരണത്തിന് നേതൃത്വം നൽകി. ജീവിച്ചിരിക്കുന്ന ആളെ മരിച്ചയാളെന്ന് രേഖപ്പെടുത്തി ഇലക്ഷൻ കമ്മീഷൻ. ഇടുക്കി പൂപ്പാറ സ്വദേശിയായ വയോധികയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയത്. കാരണമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് വോട്ടർ മരണപ്പെട്ടു എന്നാണ്. എസ്റ്റേറ്റ് പൂപ്പാറ സ്വദേശിയായ 81 വയസ്സുകാരി കുപ്പശ്ശേരിയിൽ രാധാ വേലായുധനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരിച്ചതായി വിധി എഴുതിയത്. 60 വർഷത്തിലധികമായി എസ്റ്റേറ്റ് പൂപ്പാറയിൽ സ്ഥിരതാമസക്കാരിയാണ് രാധ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഇല്ല ഇതുവരെ അറിഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ ഇവിടെ അതെനിക്കറിയത്തില്ല, അതാരാണെന്നും അറിയത്തില്ല. വോട്ടർമാരുടെ വിവരങ്ങൾ ശേഖരിക്കാനെത്തിയ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ജീവിച്ചിരിക്കുന്നയാളെ മരണപ്പെട്ടതാക്കിയത്. രേഖകളിലെ അബദ്ധം സംഭവിച്ചത് മനസ്സിലാക്കിയ പൊതുപ്രവർത്തകർ പലതവണ വിവരം ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും തെറ്റ് തിരുത്തിയില്ല. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തന്നെയാണ് ഈ വോട്ട് നഷ്ടപ്പെടുത്താൻ കാരണം. ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിലെ 37-ാം നമ്പർ ബൂത്തിലെ ഒരു വോട്ടറാണ് രാധാ വേലായുധൻ. YTW
4623-2 എന്ന നമ്പറിലുള്ള വോട്ടറായിരുന്നു. 10-60 വർഷക്കാലമായിട്ട് ഇവിടെ സ്ഥിരതാമസം അവർ ഉള്ളതാണ്. എല്ലാ വോട്ടുകളും ചെയ്തു വരുന്നതാണ്. ഇത് ലിസ്റ്റ് പരിശോധിക്കാൻ വന്ന BLO ഈ കൃത്യമായി വീടുകൾ സന്ദർശിക്കാതെ അവരുടെ BLAമാരെ ആരെയും തന്നെ കൂട്ടാതെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. ഇത് ഈ അമ്മച്ചി മരിച്ചു എന്ന് രേഖപ്പെടുത്തി കണ്ടപ്പോൾ തന്നെ നമ്മൾ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ്, വില്ലേജ് ഓഫീസറുടെ അടുത്ത് എന്ന് പറഞ്ഞതാണ്. തഹസിൽദാർക്ക് BLAമാരുടെ മീറ്റിംഗ് വിളിച്ച സമയത്ത്, ഗൂഗിൾ മീറ്റ് വിളിച്ച സമയത്തും ഈ 37 നമ്പർ ബൂത്തിൽ ഇങ്ങനൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞപ്പം തഹസിൽദാർ അത് മാറ്റി വോട്ട് നിലവിൽ പുതിയ ലിസ്റ്റ് വരുമ്പോൾ ഉണ്ടാകും എന്ന് ഉറപ്പ് തന്നതിൻ്റെ പേരിലാണ് ഞങ്ങൾ മറ്റ് പരാതികളുമായിട്ട് പോകാറുള്ളത്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തതിനാൽ ഇത്തവണ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ആകാത്തതിന്റെ വിഷമത്തിലാണ് ഈ വയോധിക. സിറ്റി വിഷൻ, പൂപ്പാറ. ഇനി ചെറിയൊരിടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. അടിമാലി ടൗണിൽ ബഹുനില കെട്ടിടത്തിന് മുകളിൽ കുടുങ്ങിയ തെരുവ് നായ്ക്കൾക്ക് രക്ഷകരായി അടിമാലി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ. 2 നായ്ക്കളായിരുന്നു കെട്ടിടത്തിന് മുകളിൽ തിരികെ ഇറങ്ങാൻ കഴിയാത്ത വിധം അകപ്പെട്ടു പോയത്. മണിക്കൂറുകൾക്ക് നീണ്ട ശ്രമത്തിനൊടുവിൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും സാഹസികമായി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ നായ്ക്കളെ പിടികൂടി താഴെ എത്തിച്ചു. അടിമാലി ടൗണിൽ മാതാ ബാർ പ്രവർത്തിക്കുന്ന ബഹുനില കെട്ടിടത്തിന് മുകളിലായിരുന്നു തിരികെ ഇറങ്ങാൻ കഴിയാത്ത വിധം 2 തെരുവ് നായ്ക്കൾ അകപ്പെട്ടത്. നായ്ക്കൾ കെട്ടിടത്തിന് മുകളിൽ കുടുങ്ങിയെന്ന് മനസ്സിലായതോടെ ആളുകൾ വിവരം അടിമാലി അഗ്നിരക്ഷാ സേനയെ അറിയിച്ചു. വൈകാതെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സ്ഥലത്തെത്തി താഴെ ഇറങ്ങാൻ കഴിയാതെ കെട്ടിടത്തിന് ചുറ്റും കറങ്ങി നടന്നിരുന്ന നായ്ക്കളെ പിടികൂടാൻ ശ്രമം ആരംഭിച്ചു. സേനാംഗങ്ങൾ അരികിലേക്ക് എത്തുമ്പോൾ ഭയന്നോടിയും ഒളിച്ചിരുന്നും നായ്ക്കൾ രക്ഷകരായി എത്തിയവരെ വലച്ചു. ഏറെ നേരം സാഹസികമായി നടത്തിയ ശ്രമങ്ങൾക്കൊടുവിൽ നായ്ക്കളിൽ ഒരെണ്ണത്തെ പിടികൂടി സേനാംഗങ്ങൾ താഴെ എത്തിച്ചു. രണ്ടാമത്തെ നായയെ കൂടി പിടികൂടി താഴെ എത്തിക്കുവാൻ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ശ്രമം തുടർന്നു. ഇതിനിടെ കെട്ടിടത്തിന് താഴെ കാഴ്ചക്കാർ കൂടി ചിലർ സേനാംഗങ്ങൾക്ക് തങ്ങളാലാകും വിധമുള്ള സഹായവുമായി എത്തി. പൊരിവെയിൽ കൂടിയായതോടെ അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെ ശ്രമം കഠിനമായി. റോപ്പടക്കം ഉപയോഗിച്ച് സേനാംഗങ്ങൾ നായയെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ മണിക്കൂറുകൾ നീണ്ട ശ്രമഫലമായി രണ്ടാമത്തെ നായയെയും പിടികൂടി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ താഴെ എത്തിച്ചു.
അടിമാലി അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെ ശ്രമഫലമായി 2 മിണ്ടാപ്രാണികൾക്ക് ജീവൻ തിരികെ ലഭിച്ചതിനൊപ്പം കെട്ടിട ഉടമയ്ക്കും ആശ്വാസം. 3 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നായ്ക്കൾ ബഹുനില കെട്ടിടത്തിന് മുകളിൽ കയറിപ്പറ്റിയത്. സിറ്റി വിഷൻ, അടിമാലി. മറയൂർ ടൗണിൽ കാട്ടുപോത്തിന്റെ പരാക്രമം. ടൗണിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ കയറിയ കാട്ടുപോത്ത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ക്യാബിനുള്ളിൽ കുരുങ്ങി. ഓഫീസിനുള്ളിലെ സാധന സാമഗ്രികൾ കാട്ടുപോത്ത് തകർത്തു. വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കാട്ടുപോത്തിനെ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ നിന്നും പുറത്തിറക്കി. ടൗണിലെ ഹോട്ടലിലേക്ക് ഓടിക്കയറിയ കാട്ടുപോത്ത് ഹോട്ടലിനുള്ളിലും നാശം വരുത്തി. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മറയൂരിൽ 2 പേർക്ക് പരിക്കും സംഭവിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മറയൂർ ടൗണിൽ റോഡ് ഉപരോധിച്ചു. ഇന്നലെ രാവിലെയായിരുന്നു സംഭവം നടന്നത്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു കാട്ടുപോത്ത് മറയൂർ ടൗണിലേക്ക് എത്തിയത്. തുടർന്ന് കാട്ടുപോത്ത് പഞ്ചായത്ത് ഓഫീസിനുള്ളിലേക്ക് ഓടിക്കയറി. പഞ്ചായത്ത് സെക്രട്ടറിയുടെ ക്യാബിനുള്ളിൽ അകപ്പെട്ട കാട്ടുപോത്ത് ഓഫീസിനുള്ളിലുണ്ടായിരുന്ന സാധന സാമഗ്രികൾ നശിപ്പിച്ചു. ഓഫീസിനുള്ളിൽ നിലയുറപ്പിച്ച കാട്ടുപോത്തിനെ വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ നിന്നും പുറത്തിറക്കി. തുടർന്ന് ടൗണിലെ ഒരു ഹോട്ടലിനുള്ളിലേക്ക് കാട്ടുപോത്ത പാഞ്ഞു കയറി. ഹോട്ടലിനുള്ളിലും കാട്ടുപോത്ത നാശം വരുത്തി. പിന്നീട് ഏറിപ്പണിപ്പെട്ട് കാട്ടുപോത്തിനെ ഹോട്ടലിനുള്ളിൽ നിന്നും തുരത്തി. പിന്നീട് കാട്ടുപോത്ത് ടൗണിൽ നിന്നും പിൻവാങ്ങി. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മറയൂരിൽ 2 പേർക്ക് പരിക്ക് സംഭവിച്ചു. കുമിട്ടാങ്കുഴി ആദിവാസി ഉന്നതിയിലെ 2 സ്ത്രീകൾക്കാണ് പരിക്ക് സംഭവിച്ചത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിലും ഹോട്ടലിലും കയറിയ അതേ കാട്ടുപോത്താണ് പരിക്കേറ്റവരെ ആക്രമിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് മറയൂർ ടൗണിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. മറയൂർ ജനതയുടെ സ്വപ്നങ്ങൾ തല്ലിത്തകർത്ത സർക്കാരെ, ഇല്ല നിങ്ങൾക്ക് മാപ്പില്ല, മറയൂർ ജനത മാപ്പ് തരില്ല, മറയൂർ ജനത മാപ്പ് തരില്ല. പ്രതിഷേധത്തെ തുടർന്ന് മറയൂർ ഉടുമ്പൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. വേനൽ കനത്തതോടെ മറയൂർ മേഖലയിൽ വന്യമൃഗശല്യം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയുണ്ട്. സിറ്റി വിഷൻ, മറയൂർ. വണ്ണപ്പുറം ചേലച്ചുവട് റോഡ് BMBC നിലവാരത്തിൽ ടാറിംഗ് ജോലികൾ ആരംഭിച്ചു. 53 കോടി രൂപ വകയിരുത്തി 26.5 കിലോമീറ്റർ ദൂരമാണ് പണികൾ പൂർത്തിയാക്കുന്നത്. ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ വണ്ണപ്പുറം മുതൽ ചേലച്ചുവട് വരെയുള്ള ഭാഗം റോഡ് BMBC നിലവാരത്തിൽ ടാറിംഗ് ജോലികൾ ചെയ്യുമെന്ന പലപ്പോഴും പ്രഖ്യാപനമുണ്ടായെങ്കിലും വിവിധ കാരണങ്ങളാൽ നിർമ്മാണ പ്രവർത്തികൾ തടസ്സപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തവണ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. വണ്ണപ്പുറം ചേലച്ചുവട് റോഡിന്റെ BMBC നിലവാരത്തിലുള്ള വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. BMBC നിലവാരത്തിലുള്ള ടാറിംഗ് വർക്കുകൾ തന്നെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ റോഡ് സത്യത്തിൽ വണ്ണപ്പുറത്തുനിന്ന് വെൺമണിയിൽ നിന്ന് ഉൾപ്പെടെ വണ്ണപ്പുറം ഭാഗത്തേക്ക് പോകുവാൻ വഴി തുറന്നു കിട്ടിയത് തൊട്ട് കഴിഞ്ഞ 25 വർഷക്കാലമായിട്ടുള്ള ഈ നാട്ടിലെ ആളുകളുടെ ഒരു ആവശ്യമായിരുന്നു ഈ റോഡ് തുറന്നു കിട്ടുക എന്നുള്ളത്. ഇത് സഞ്ചാരയോഗ്യമായിരുന്നു എങ്കിൽ പോലും BMBC നിലവാരത്തിലുള്ള റോഡ് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളുടെ ഒരു ചിരകാല അഭിലാഷം തന്നെയായിരുന്നു. അതിപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഉന്നത നിലവാരത്തിൽ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചതോടെ നാട്ടുകാരും വലിയ ആഹ്ലാദത്തിലാണ്. തൊടുപുഴ, ഇടുക്കി എന്നീ 2 നിയോജക മണ്ഡലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വണ്ണപ്പുറം ചേലച്ചുവട് റോഡ് ജില്ലയുടെ ഹൃദയഭാഗത്തുകൂടിയുള്ള അന്തർ സംസ്ഥാന പാതയാണ്. വണ്ണപ്പുറം ചേലച്ചുവട് 26.5 കിലോമീറ്റർ റോഡാണ് നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് WMM 5 സെൻറ്റിമീറ്റർ, പിന്നെ DBM ആൻഡ് BC ആണ് വർക്ക് നടക്കുന്നത്. അതിനകത്ത് ഷോൾഡർ കോൺക്രീറ്റ് ആയിട്ട് 1.5 മീറ്റർ, 75 1.5 മീറ്ററായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് 52 കോടി രൂപയുടെ വർക്കാണ്. ഹൈ റേഞ്ച്, ലോ റേഞ്ചുകളെ തമ്മിൽ ഏറ്റവും എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡിന്റെ പൂർത്തീകരണം ഇടുക്കി ജില്ലയ്ക്ക് തന്നെ വലിയ വികസന സാധ്യതകൾക്ക് വഴിയൊരുക്കും. സിറ്റി വിഷൻ, ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ,
രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,885 രൂപ, പവന് 1,11,080 രൂപ, വെള്ളി ഗ്രാമിന് 265 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന് പിന്തുണ പ്രഖ്യാപിച്ച് ചെറുതോണിയിൽ SFIയുടെ വിദ്യാർത്ഥി റാലി. നേരത്തെ SDPI പിന്തുണ വിവാദത്തിൽ CPMനെതിരെ കടുത്ത വിമർശനവുമായി ഗോവ മുൻ ഗവർണറും BJP മുൻ സംസ്ഥാന അധ്യക്ഷനുമായ PS ശ്രീധരൻപിള്ള. ജീവിച്ചിരിക്കുന്ന ആളെ മരിച്ചയാളെന്ന് രേഖപ്പെടുത്തി ഇലക്ഷൻ കമ്മീഷൻ. അടിമാലി ടൗണിൽ ബഹുനില കെട്ടിടത്തിന് മുകളിൽ കുടുങ്ങിയ തെരുവ് നായ്ക്കൾക്ക് രക്ഷകരായി അടിമാലി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.